ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ ചില സൂചനകൾ പുറത്തു വരുന്നു കേൾക്കുന്നു. അല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ 1/5 പോലും പാകിസ്ഥാനില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൗതുകകരമായൊരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ എഡിഷനിൽ വന്നിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ വന്നിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യൻ എഡിഷൻ, കേരള എഡിഷനിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതായത് ഒരു യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒന്ന് കരസേന തന്നെയാണ്. കരസേനയ്ക്ക് ഇപ്പോൾ എത്രമാത്രം മിസൈലുകളൊക്കെ വാരി വിതറിയാലും അവസാനം പിടിച്ചെടുക്കണമെങ്കിൽ കരസേന നീക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. കടൽ നയിക്കുന്നവൻ കര നേടും എന്ന് നേവിയെക്കുറിച്ച് പറയാറുണ്ട്. സത്യമാണ്, കടലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഒരു രാജ്യത്തെ എടുത്ത് ഫിസിക്കലി നമുക്ക് കീഴടക്കണമെങ്കിൽ കരസേനയുടെ മൂവ്മെൻറ്റ് വേണം. കരസേനയുടെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പീരങ്കികളാണ്. നമ്മൾ ബോഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 155 mm ആർട്ടിലറി ഗൺസ്. വളരെ പ്രധാനപ്പെട്ട അത്തരം ഒരു ആർട്ടിലറി ഗണ്ണിന് ഏതാണ്ട് 14.5 കോടി രൂപയോളം വില വരുമെന്നാണ് പറയുന്നത് ഒരു പീരങ്കിക്ക്. നമ്മൾ കാണാറില്ലേ ഈ കാർഗിൽ യുദ്ധ സമയത്ത് ബോഫോഴ്സൊക്കെ. അപ്പോൾ അത് ബോഫോഴ്സിനേക്കാളും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗണ്ണുകൾ ഇന്ത്യക്കുണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇരിക്കുക. നമ്മൾ ഈ പാകിസ്ഥാൻ ഇത് മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. ആർക്കിട്ടെടുത്ത് പൊട്ടിക്കാനാണ്? ഇന്ത്യയായിട്ട് വേണം പൊട്ടിക്കാൻ. ഇന്ത്യയോട് പണ്ട് പറഞ്ഞ പോലെ പണ്ടത്തെ പോലൊന്നും അല്ല. വളരെ മുമ്പേ ഇന്ത്യ ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിർത്തിയിൽ ഇങ്ങോട്ട് വെടിവെച്ചാൽ തിരിച്ച് വെടിവെക്കണോ വേണ്ടയോ എന്ന് ഡൽഹി വിളിച്ച് ചോദിക്കണ്ട, അപ്പം തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞ മോദി സർക്കാർ വന്നതിന് ശേഷം ഒരു പൂ തന്ന പൂന്തോട്ടം തിരിച്ചു കൊടുക്കുന്ന പോലെയാണ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലിട്ട് ഈ 155 mm ആർട്ടിലറി ഗൺ ഉപയോഗിച്ച് മോട്ടാർ അറ്റാക്കൊക്കെ നടത്തിയാൽ പാകിസ്ഥാൻ പണ്ടാടങ്ങിപ്പോകും. അപ്പോൾ പാകിസ്ഥാൻ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചു എന്ന് കരുതുന്ന പോലെയാണ് വാർത്ത. അതായത് ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ അവരുടെ പക്കൽ ആർട്ടിലറി ഗൺസിൻ്റെ ഷെല്ലുകൾ ഇല്ല എന്നാണ് പറയുന്നത്. ആർട്ടിലറി ഗൺസൊക്കെ കുറച്ചിരിപ്പുണ്ട്, അതിനകത്ത് ഇടാൻ ഉണ്ടയില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഈ സാധനം ഉണ്ട്, ഇത് പ്രയോഗിക്കാൻ പറ്റില്ല. അവിടെ ഇന്ത്യയിലേക്ക് അയച്ചാൽ വിവരം അറിയും. അവിടെ തോക്കെടുത്ത് വെടിവെപ്പേ ഉള്ളൂ. അതിർത്തിയിൽ നടക്കുന്ന വെടിവെപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കുപ്വാരയിലുണ്ടായി, ബാരാമുള്ളയിലുണ്ടായി, ഉറി, നൌഷേരിയ, സുന്ദർബനി, ഐനൂർ, പൂഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. പിന്നെ മറ്റ് ചില സെക്ടറുകളിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ 198 കിലോമീറ്റർ വരുന്ന അന്താരാഷ്ട്ര അതിർത്തിയിലും 778 കിലോമീറ്റർ ദൈർഘ്യമുള്ള LOCയിലും ലൈൻ ഓഫ് കൺട്രോളിലും ഇടയ്ക്കിടയ്ക്ക് വെടിവെപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തോക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. വലിയ മോർട്ടാർ അറ്റാക്കുകളൊന്നും നടക്കാറില്ല. അവർ പാകിസ്ഥാൻ വെടിവെക്കാറില്ല. ഷെല്ലാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, വെടിവെപ്പ് ഉണ്ടാകുന്നുള്ളൂ. ഷെല്ലാക്രമണം നടന്നിട്ട് ഒരുപാട് കാലമായി. നടക്കാതിരിക്കട്ടെ. നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഷെല്ല് അതിർത്തി താമസിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങൾക്കും ഗ്രാമവാസികൾക്കും ഭീഷണിയാണ്. പക്ഷേ അതോടുകൂടി നമ്മൾ തിരിച്ചും കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ അത് താങ്ങത്തില്ല. പക്ഷേ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്താത്തതിൻ്റെ ഒരു കാരണം നമ്മൾ കരുതുന്നത് സമാധാന കരാറും വെടിനിർത്തൽ കരാറും ഒക്കെ ഉള്ളത് കൊണ്ടാണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പാകിസ്ഥാൻ ഈ 155 mm ആർട്ടിലറി ഗൺസിന് ഉപയോഗിക്കുന്ന ഷെല്ലുകൾ വിറ്റു. അതായത് തേർഡ് പാർട്ടി ചാനൽ വഴി ഉക്രൈന് വിറ്റു എന്നാണ്. ഉക്രൈന് വലിയ തോതിൽ വെടിക്കോപ്പുകളുടെ ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഉക്രൈന് നാറ്റോ രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പോരാ. പിന്നെയും എന്നും ഇപ്പം സകല സമയവും വെടിവെപ്പാണ്. ഇപ്പം പുടിനോട് ട്രംപ് തന്നെ പറഞ്ഞു, ആഴ്ചയിൽ 5000 പട്ടാളക്കാർ വെച്ച് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു രക്തച്ചൊരിച്ചിലുള്ള യുദ്ധം ഇനിയും തുടരണോ, നിർത്തൂ എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെടിക്കോപ്പ് വേണം. വെടിക്കോപ്പ് കിട്ടുന്ന മുഴുവൻ സൂക്ഷിച്ച് വെക്കുമല്ലോ, അലമാരിക്കകത്ത് വെക്കില്ല, പൊട്ടിച്ച് തീർക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പാകിസ്ഥാൻ പട്ടാളമൊക്കെ ആലോചിച്ചത്, ഇത് ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇത് നമുക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 155 155 mm ആർട്ടിലറി ഗൺസിന് വേണ്ടിയിട്ടുള്ള ഷെല്ലുകൾ പാകിസ്ഥാൻ ഉക്രൈനും മറിച്ചു വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ഈ ഷെല്ലുകൾ പാകിസ്ഥാന് വേണം. അതില്ലാണ്ട് പുകയില്ലാത്ത ഉണ്ടയില്ലാത്ത വെടി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പീരങ്കികൾക്ക് ഉപയോഗിക്കാനുള്ള വെടിയുണ്ടകളില്ല. അപ്പം ഞാനത് സംബന്ധിച്ച് ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ കണ്ടപ്പോൾ ഈ വെടിയുണ്ടയ്ക്ക് അത്ര വലിയ വിലയുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ നോക്കുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിൽ, അതായത് ഒരു ഷെല്ലിന് പീരങ്കിക്ക് ഉപയോഗിക്കുന്ന 155 mm ആർട്ടിലറി ഗണ്ണിൽ ഉപയോഗിക്കുന്ന ഷെല്ലിന് ഒരെണ്ണത്തിന് $600 വരെ വിലയുണ്ട് സാധാരണ. അതുകൂടാതെ M982 എന്ന് പറയുന്ന എക്സ്കാലിബർ ഷെല്ലുകളാണെങ്കിൽ അതിൻ്റെ വില 1,12,800 രൂപയാണ്. അതായത് സാധാരണ പീരങ്കി വെടിയുണ്ടകൾക്ക് $600 വരെ വിലയുള്ളപ്പോൾ
M982 എന്ന് പറയുന്ന പീരങ്കികളുടെ ഒരു ഷെല്ലിന് $1,12,800 വിലയുണ്ട്. അപ്പോൾ പിന്നെ ഏത് പട്ടാളക്കാരനും വിറ്റുപോകും പാകിസ്ഥാനിലെ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു സൈന്യത്തിൻ്റെ പക്കൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പീരങ്കികളുടെ ഷെല്ലുകൾ അവർ തേർഡ് പാർട്ടി ചാനൽ, ഒരു മൂന്നാം ഇടനിലക്കാരനെ വെച്ചിട്ട് മറിച്ച് വേറൊരു രാജ്യത്തിന് വിറ്റ് കാശുണ്ടാക്കി. എന്തൊരു ഗതികേടാന്ന് ആലോചിക്കണേ. അപ്പോൾ പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു, സൈന്യം എവിടെ നിൽക്കുന്നു? അഴിമതി എന്ന് പറയുന്നത് താഴെത്തട്ടിൽ മാത്രമല്ല, പട്ടാളത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ വരെ അഴിമതി വ്യാപകമാണ്. അവർ വിൽക്കുന്നത് എന്താണ്? ആയുധങ്ങൾ. ഒരു യുദ്ധം വന്നാൽ ഏറ്റവും വലിയ തുണയാവേണ്ടുന്ന ആയുധമായ പീരങ്കികളിൽ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ വരെ വെക്കുന്നു. നീ പീരങ്കി കൊണ്ട് എന്ത് ചെയ്യും? വെറുതെ കാണിക്കാനേ പറ്റുള്ളൂ. എൻ്റെ പീരങ്കി ഉണ്ടടാ എന്ന് പറയാം, ഉണ്ടയില്ല. വെടിവെച്ചാൽ പുക പോലും വരത്തില്ല എന്ന അവസ്ഥയില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എത്തിയിരിക്കുന്ന പതറ്റിക്കായിട്ടുള്ള ദയനീയമായ ചിത്രമാണ് കരുതുന്നത്. അപ്പോൾ നാളെ ഇനി പാറ്റൻ ടാങ്ക് ഓടിക്കാൻ നേരത്ത് അതിന് ചെയിൻ ഉണ്ടാവത്തില്ല ചിലപ്പോൾ, അല്ലേ? എന്തെല്ലാം വിറ്റിട്ടുണ്ടാവും. അപ്പോൾ പാകിസ്ഥാൻ അത്ര ഭീകരമായ പട്ടിണി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചാക്ക് 1 കിലോ ഗോതമ്പിന് 500 രൂപ കൊടുക്കേണ്ട അവസ്ഥ വന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും വിലക്കയറ്റം, ചിക്കന് വില കൂടിയുന്നു, ആകെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന പാകിസ്ഥാനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ കാലാകാലങ്ങളായി പാക് ആർമി ഇത്തരത്തിൽ അഴിമതി ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി കൂടെ വന്നപ്പോൾ പാകിസ്ഥാൻ ആർമി അവരുടെ നിർണായകമായ വെടിക്കോപ്പുകൾ വരെ വിറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അന്താരാഷ്ട്ര വാർത്തകൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഇപ്പം പാകിസ്ഥാൻ ആലോചിക്കുമ്പോഴും ന്യായമുണ്ട്. കാരണം നമുക്ക് M55 പീരങ്കികളുണ്ട്. ഈ പീരങ്കി എടുത്തിട്ട് ഇന്ത്യക്കിട്ട് വെടിവെക്കാൻ പറ്റുമല്ലോ, പിന്നെ ആരും അമേരിക്കയിൽ വെടിവെക്കാൻ പറ്റുമോ? തന്നെത്താൻ വെടിവെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് വെച്ച് നമുക്ക് യുദ്ധം നടത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഈ സാധനം വിറ്റേക്കാന്ന് അവർ പ്രായോഗികമായി ചിന്തിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 778 അതിർത്തി കിലോമീറ്ററുള്ള LOCയിൽ വെടിവെപ്പുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ബോർഡറായിട്ടുള്ള 198 198 കിലോമീറ്ററിൽ ജമ്മു മേഖലയിൽ വെടിവെപ്പുണ്ട്. അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ഇന്ത്യ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പറഞ്ഞു എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിൻ്റെ ടാർഗറ്റ് ആൻഡ് ടൈമിംഗ് ഇന്ത്യൻ സേനകൾക്ക് തീരുമാനിക്കാം. എന്താണ് നടപടി, എപ്പോൾ വേണം, എവിടെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നുള്ളത് സർക്കാരൊന്നും പറയുന്നില്ല, നിങ്ങളങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു. അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഇന്ത്യൻ സേനയുടെ ഒരു ഒഫീഷ്യൽ കമൻറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് എന്ന ചോദ്യം നമ്മുടെ സൈനിക വൃത്തങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു CCC എന്നാണ് പറഞ്ഞത്. CCC 3 C എന്താണെന്നറിയോ? കാൽക്കുലേറ്റഡ്, ക്രെഡിബിൾ ആൻഡ് കാലിബറേറ്റഡ്. അതായിരിക്കും ഞങ്ങളുടെ പ്രതികരണം. കാൽക്കുലേറ്റഡ്, ക്രെഡിബിൾ ആൻഡ് കാലിബറേറ്റഡ് ആയിട്ടുള്ള മറുപടി ഇന്ത്യൻ സൈന്യം കൊടുക്കുമെന്നാണ് ഇന്ത്യൻ സേന പറഞ്ഞത്. CCC ആയിരിക്കും നമ്മുടെ മറുപടി. ഇന്നിപ്പോൾ പത്രങ്ങളൊന്നുമില്ല അല്ലേ, മെയ് 1 അവധിയായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു മറുപടി നമ്മുടെ സേനയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. CCC എന്നാ CCC എന്നപ്പോൾ കാൽക്കുലേറ്റഡ് ആയിരിക്കും, കൃത്യമായിരിക്കും അല്ലേ, കണക്ക് കൂട്ടി. ക്രെഡിബിൾ, നമുക്ക് ഉറപ്പുള്ള, എവിടെയെങ്കിലും കൊണ്ടൊരു ബോംബിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ക്രെഡിബിളായിട്ട് നമുക്ക് വിശ്വസനീയമായി അവനെ ഹിറ്റ് ചെയ്യേണ്ട സ്ഥലം അത് ക്രെഡിബിളായിട്ട് തീരുമാനിച്ച് ക്രെഡിബിളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. 2 കാലിബ്രേറ്റ്, അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിനകത്ത് ഒരു പിഴവും ഉണ്ടാവാത്ത തരത്തിലുള്ള തിരിച്ചടി ഇന്ത്യ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ന്യൂനത പറയും. പക്ഷേ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ 155 ആർട്ടിലറി ഗൺസ് സുസജ്ജമാണ്. അതുകൂടാതെ 120 mm 120 mm മോർട്ടോർസ് നമ്മുടെ സുസജ്ജമാണ്. പിന്നെ നമ്മുടെ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് സജ്ജമാണ്. അങ്ങനെ എല്ലാം പാകിസ്ഥാൻ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണെന്നറിയോ? കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ ഇന്നലേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നൊക്കെ പട്ടാളക്കാർ ഒഴിഞ്ഞു മാറിയിട്ട് പതാക വരെ അഴിച്ചുകൊണ്ട് അവർ വീട്ടിൽ പോയി. കാരണം ഉണ്ടയില്ലാതെ അവിടെ കിടന്നിട്ട് കാര്യമുണ്ടോ? കാരണം ഇവിടെ ഇങ്ങോട്ട് പാറ്റൻ ടാങ്കും നമ്മുടെ കയ്യിൽ നിന്നുള്ള 155 mm ആർട്ടിലറി ഗണ്ണുകളുടെ ഷെല്ലുകളും വന്ന് വീഴുമ്പോൾ കൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആൾ വടിയായി പോകും. അതാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത്, നമ്മൾക്ക് ഏറ്റവും ആധുനികമായ, ഇന്നലെ ഒരു വീഡിയോ കണ്ടു, മിലിറ്ററി ട്രെയിൻ
അങ്ങനെയുണ്ട്. മിലിറ്ററി ട്രെയിനാണ്. മിലിറ്ററി ട്രെയിൻ പോകുന്നു, ടാങ്കുകളുമായിട്ട് ട്രെയിൻ അതിർത്തിയിലേക്ക് പോകുന്ന ഒരു മിലിറ്ററി ട്രെയിനിൻ്റെ വീഡിയോ നമ്മുടെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും കണ്ടു കാണും. അങ്ങനെ അതിർത്തിയിലേക്ക് നമ്മുടെ സൈനിക നീക്കം നടക്കുന്നുണ്ട്. വലിയ തോതിൽ പാനിക്കായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ സാവധാനം നമ്മുടെ സേനാ വ്യൂഹം അതിർത്തിയിലുണ്ട്. അതിർത്തിയിലുള്ളത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പക്കൽ ഇപ്പോൾ ഈ നമ്മൾ എയർ സ്ട്രൈക്കുകൾ നടത്തുക 2016 സെപ്റ്റംബറിലാണ് നമ്മൾ ആദ്യത്തെ എയർ സ്ട്രൈക്ക് നടത്തിയത്. അതിനുശേഷം 2019 ബലാക്കോട്ട് നടത്തിയതും നേരത്തെ പറഞ്ഞ പോലെ CCC പറയുന്ന പോലെ കാലിബ്രേറ്റഡ് ആയിരുന്നു. കൃത്യമായി തീവ്രവാദി സംഘങ്ങളുള്ള അവരുടെ ലോഞ്ച് പാഡുകളാണ് നമ്മൾ ആക്രമിച്ചത്. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ നമ്മൾ നമുക്ക് അന്ന് നമുക്കൊരു ന്യൂനത ഉണ്ടായിരുന്നു. നമ്മൾ MiG-21 മിറാഷും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ റഫേലുണ്ട്, പിന്നെ സുഖോയ് MU-30 MK ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ കൂടെ നമുക്ക് സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ട്. 42 വേണ്ടത് നമുക്കിപ്പോൾ 31 മറ്റേ ഉള്ളൂ. അത് ശരി, എന്നാൽ പോലും നമ്മുടെ വ്യോമസേനയിൽ കൂടുതൽ കരുത്തന്മാർ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കയ്യിലിപ്പോൾ നമ്മൾ നേരത്തെ മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞു, അതായത് പാകിസ്ഥാൻ തന്നെ പറയുന്നു ഇന്ത്യക്ക് ഇസ്രയേൽ ക്രിസ്റ്റൽ മേസ് 2 എന്ന് പറയുന്ന റോക്ക് എന്ന് പറയുന്ന എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, ഏറ്റവും ആധുനികമായ GPS സംവിധാനം ഇല്ലെങ്കിൽ പോലും ലക്ഷ്യവേദിയായിട്ടുള്ള മിസൈലുകൾ ഇന്ത്യയിൽ ഇറക്കി കൊടുത്തു എന്നുള്ളൊരു വാർത്ത പാകിസ്ഥാൻ TV യിൽ പറഞ്ഞത് നമ്മൾ പ്രേക്ഷകരോട് കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. അതുകൂടാതെ നമ്മുടെ പക്കൽ സ്കാൽപ്പ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്. സ്പൈസ് 2000 എന്ന് പറയുന്ന പ്രസിഷൻ ഗൈഡഡ് പെനിട്രേഷൻ ബോംബ്, പച്ചമലയാളമല്ല ഇംഗ്ലീഷ് തന്നെയാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നത്. സ്പൈസ് 2000 എന്ന് പറഞ്ഞാൽ ബങ്കർ ബസ്റ്ററാണ്. ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്നാൽ ഭൂമിക്കടിയിലേക്ക് തുളഞ്ഞിറങ്ങി അവിടം തകർക്കുന്ന സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സ്കാൽപ്പ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് നിർമ്മിതമാണ്. ഫ്രഞ്ച് ആർമി ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഘടിപ്പിക്കാൻ തരത്തിൽ നമ്മുടെ റഫേൽ, മിറാഷ് 2000, സുഖോയ് MU-30 MK, പിന്നെ ഇതെല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ മിസൈലുകളൊക്കെ ക്യാരി ചെയ്യാൻ തരത്തിലേക്ക് നമ്മുടെ എയർഫോഴ്സും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ തീവ്രവാദ ലോഞ്ച് പാഡുകളാണ് നമ്മൾ ആക്രമിച്ചതെങ്കിൽ ഇന്നൊരു പക്ഷേ ജയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ഭഗവൽപൂരിലാണ്, LETയുടെ ക്യാമ്പുള്ളത് മുർദിക്കിലാണ്. ഒരു പക്ഷേ ഈ 2 തീവ്രവാദ സംഘടനകളുടെയും ആസ്ഥാനം തന്നെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് മാറിയേക്കും എന്നാണ് ഡിഫൻസ് സൈറ്റുകൾ പറയുന്നത്. കാരണം അതിനുള്ള സംവിധാനം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത്തരം ഇപ്പം ഇസ്രയേലിൽ നിന്ന് ഈ പറഞ്ഞ പോലെയുള്ള ഏറ്റവും ആധുനികമായ ലക്ഷ്യവേദിയായ GPS സംവിധാനം ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ പോലും ലക്ഷ്യത്തിലേക്ക് പറന്നെത്തുന്ന റോക്ക് 2 മിസൈലുകൾ പോലും ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആക്രമണം സ്വാഭാവികമായും അധികം താമസിയാതെ തന്നെ ഉണ്ടാവാം. എപ്പോൾ ഉണ്ടാവും എന്നുള്ള ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുൻകാലങ്ങളിലൊക്കെ എപ്പോഴാണ് ഈ തിരിച്ചടി കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം. ഉറി ആക്രമണം നടന്നത് 2016 സെപ്റ്റംബർ 18-നാണ്. നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് സെപ്റ്റംബർ 29-നാണ്, അതായത് 11 ദിവസം കഴിഞ്ഞിട്ടാണ്. പുൽവാമ ആക്രമണം നടന്നത് 2019 ഫെബ്രുവരി 14-നാണ്. തിരിച്ചടി ഉണ്ടായത് 26-നാണ്, 12 ദിവസം കഴിഞ്ഞാണ്. പഹൽഗാം ആക്രമണം കഴിഞ്ഞത് 22-ാം തീയതിയാണ്. അപ്പോൾ ഇതൊരു പസിലല്ല. അന്ന് ഇത്ര ദിവസം 11 ദിവസം 12 ദിവസമാണെങ്കിൽ ഈ ഏപ്രിൽ 22-ന് നടന്ന ആക്രമണത്തിന് തിരിച്ചടി എത്ര ദിവസം കഴിഞ്ഞ് ഉണ്ടാകും എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ അതുണ്ടാവും, എത്രയും പെട്ടെന്നുണ്ടാവും. ഏതൊക്കെ തരത്തിലാണ് എപ്പോഴാണെന്നുള്ളത് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമല്ല, അതിനുള്ള പൂർണ്ണ അധികാരം സൈന്യത്തിന് കൊടുത്തു കഴിഞ്ഞു. സൈന്യം പറയുന്നു CCC ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ CCC എപ്പോൾ മെറ്റീരിയലൈസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും സേന പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കാൽക്കുലേറ്റഡ്, ക്രെഡിബിൾ, കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അധികം വൈകാതെ ഉണ്ടായി എന്ന് നമ്മൾ കേൾക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.